ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പെസഹ വ്യാഴാഴ്ചയിലേക്ക് നടന്നെടുക്കുകയാണ്. എക്കാലവും മനുഷ്യഹൃദയങ്ങളിൽ വെളിപ്പെടുന്നതും അനുരഞ്ജനപ്പെടുവാനും അപ്പം മുറിക്കുന്നതുമെല്ലാം ഏതൊരു ക്രൈസ്തവൻ്റെയും മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ വെച്ച് ആഘോഷിച്ച, ആദ്യമായി ആചരിച്ച പെസഹായുടെ അനുസ്മരണമാണ് ഇപ്പോൾ യഹൂദർ ആചരിക്കുന്ന പെസഹ തിരുനാൾ. പ്രിയ സഹോദരങ്ങളെ, അവരുടെ ആ പെസഹ തിരുനാൾ ജെറുസലേമിൽ എത്തി. പിന്നീട് അത് ജെറുസലേം ദേവാലയ അങ്കണത്തിൽ വെച്ചായി. പെസഹ തിരുനാളിന് ജെറുസലേം ദേവാലയത്തിൽ പോവുക എന്നത് ഒരു പുണ്യ കർമ്മമായി അവർ കരുതിയിരുന്നു. പെസഹയോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ ജെറുസലേം ദേവാലയത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈശോ മിശിഹ വിനയാന്വിതനായി കഴുതപ്പുറത്ത് ജെറുസലേമിലേക്കുള്ള രാജീയ പ്രവേശനം നടത്തുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളവും പെസഹ അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. അന്നേ ദിവസം ദേവാലയ അങ്കണത്തിൽ വെച്ച് അവർ ഒരു കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തം ബലിപീഠത്തിൽ തളിച്ച് അവയുടെ മാംസം തീയിൽ ചുട്ട് ഭക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനത്തിൻ്റെ പെസഹ ആചരണത്തിൻ്റെ ആഘോഷം, അവർ അത് ആരംഭിക്കുന്നത് ഈജിപ്തിൽ വെച്ചാണ്. അതിൻ്റെ അനുസ്മരണമാണ് അവർ ഇപ്പോഴും അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, യഹൂദരുടെ പെസഹയാണ് നമ്മൾ കണ്ടത്. അടുത്ത ദിവസം നമ്മൾ ആചരിക്കുന്ന പെസഹയെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കാം. കേട്ട കാര്യങ്ങളെ ഹൃദയത്തിൽ പതിയുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധമേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.